മേപ്പാടി പൂളക്കുന്ന് ഊരിനോട് ചേർന്ന് ആനകളെത്തുന്ന ദൃശ്യം പുറത്ത്. ആറുമുഖനെ കാട്ടാൻ ആക്രമിക്കുന്നതിനെ തലേന്ന് ആനക്കൂട്ടം എത്തിയതിന്റെ CCTV ദൃശ്യമാണ് പുറത്തുവന്നത്. വ്യാഴാഴ്ചയാണ് കാട്ടാൻ ആക്രമണത്തിൽ എരുമക്കൊല്ലി സ്വദേശി ആറുമുഖൻ മരിച്ചത്. ആഷിഖ് റഹ്മാൻ ചേരുന്നുണ്ട്. വിവരങ്ങൾ നൽകാൻ ആഷിഖ്, ഊരിനടുത്തുള്ള തൊട്ടടുത്ത് തന്നെയാണ് കുട്ടിയാനെ അടക്കം വലിയൊരു ആനക്കൂട്ടം എത്തിയത്. ഈ പ്രദേശത്ത് ഇതിനു മുൻപ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? ആദ്യമായിട്ടാണ് പൂളക്കുന്നുകാർക്ക് ഒരു ആനയുടെ ആക്രമണം നേരിടേണ്ടി വരുന്നത്. അതിൽ ആറുമുഖൻ എന്നൊരു 65-കാരൻ കൊല്ലപ്പെടുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. പക്ഷേ ഈ ഏറ്റവും ഭീതിപ്പെടുന്ന ദൃശ്യങ്ങൾ, അത് പൂളക്കുന്നുകാരുടെ കാലങ്ങളായിട്ടുള്ള ഒരു ഭീതിപ്പെടുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതായത് ആറുമുഖൻ കൊല്ലപ്പെടുന്നതിന്റെ തലേന്ന് 19-ാം തീയതി രാത്രി 12 മണിയോടെ ഈ പൂളക്കുന്ന് ഊരിനോട് ചേർന്ന് ആനകളെത്തുന്ന CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതിൽ ഏറ്റവും ഭയാനകം ഒന്നിൽ കൂടുതൽ ആനകൾ, ആ ദൃശ്യങ്ങളിൽ തന്നെ ഒന്നിൽ കൂടുതൽ ആനകളുള്ളത് കാണാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ രണ്ട് സംഘങ്ങളായി നിരവധി ആനകൾ അത് ഒരു ക്ഷേത്രത്തിൽ ശരിവെക്കുന്നതാണ് ഇത്തരത്തിലൊരു ദൃശ്യങ്ങൾ പുറത്തു വന്നതിലൂടെ മനസ്സിലാക്കുന്നത്. എന്തായാലും 19-ാം തീയതി പുറത്തു വന്നതിന് പിന്നാലെ 20-ാം തീയതിയാണ് രാത്രി 8 മണിയോടെ ആറുമുഖന് കൊല്ലപ്പെടുന്നത്. അതേസമയം തന്നെ ഇന്നലെ ഈ പ്രദേശത്ത് കാട്ടാനകൾ എത്തിയെന്ന് ഈ പ്രദേശവാസികൾ പരാതിപ്പെട്ടിരുന്നു. ഈ കാട്ടാനകളെ തുരത്താൻ RRT സംഘം രണ്ട് കുങ്കിയാനകളും തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് ഇന്നലെ വീണ്ടും കാട്ടാനെത്തിയത്. ഈ വനവകുപ്പ് കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നടത്തിയ പരിശോധനയിൽ കാട്ടാനകളെ കണ്ടെത്താൻ, ഈ അക്രമകാരിയായ ആറുമുഖനെ കൊന്ന കാട്ടാനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതേസമയം തന്നെ മറ്റ് കാട്ടാനകളെ കാട്ടിൽ നിന്ന് തുരത്താൻ കഴിഞ്ഞെന്ന് വനവകുപ്പ് അവകാശപ്പെട്ടിരുന്നു. എന്നാൽ അത് ശരിയല്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ ഒരു ദൃശ്യം എന്ന് പറയുന്നത്. കാരണം ഈ ദൃശ്യം മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ ആന വന്നതും അത് തെളിയിക്കുന്നതാണ്. കാരണം രാവിലെ സമയങ്ങളിൽ ആനകൾ ഈ പ്രദേശത്ത് എത്തുന്നില്ലെങ്കിൽ പോലും രാത്രി സമയങ്ങളിലാണ് കൂടുതലായിട്ടും ഈ പ്രദേശത്ത് കാട്ടാനകൾ എത്തുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. വനവകുപ്പിനും രാത്രി സമയങ്ങളിൽ തിരച്ചിൽ നടത്തുന്നത് വലിയ ദുഷ്കരമാണ്. പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിൽ RRT സംഘത്തിനോ കുങ്കിയാനകളോ ഇത്തരത്തിലുള്ള ഒരു തിരച്ചിൽ നടത്തുകയും സാധിക്കുന്നില്ല. ഇന്ന് ചെമ്പ്രാത്തിക്ക് ഭാഗത്തെ സോസിൽ പ്രദേശം, പൂളക്കുന്ന്, ഇളമ്പിലേരി, കടൂർ, പുഴമൂല, അട്ടക്കാട്, കൂട്ടമുണ്ട എസ്റ്റേറ്റ് ഭാഗങ്ങളിൽ വനവകുപ്പ് തിരച്ചിൽ നടത്തിയെങ്കിലും ആനയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആന ഉൾക്കാട്ടിലേക്ക് പോയെന്നാണ് വനവകുപ്പ് വിശദീകരിക്കുന്നത്. പക്ഷേ അതേസമയം തന്നെ കഴിഞ്ഞ 2 ദിവസങ്ങളിലും, ഈ ആറുമുഖന് കൊല്ലപ്പെട്ട കഴിഞ്ഞ 2 ദിവസങ്ങളിലും ഈ കാട്ടാന പ്രദേശത്ത് രാത്രി സമയങ്ങളിൽ എത്തിയിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനാൽ തന്നെ നാളെ രാവിലെ തന്നെ കുങ്കിയാനകൾ ഉപയോഗിച്ച് തിരച്ചിൽ നടത്താനാണ് തീരുമാനം. നേരത്തെ RRT സംഘം നടത്തിയ പരിശോധനയിൽ കാട്ടാനെ കണ്ടെത്തിയാൽ മാത്രം കുങ്കിയാനെ ഇറക്കാം എന്നതാണ് തീരുമാനം. പക്ഷേ നാളെ രാവിലെ തന്നെ ഇത്തരത്തിൽ കാട്ടാനെ ഇറങ്ങുന്നത് പതിവായതിനാൽ കുങ്കിയാനെ ഇറക്കി തന്നെ പരിശോധനയ്ക്ക് വനവകുപ്പ് ഇറങ്ങുകയാണ്. ഈ കുങ്കിയാനെ അടക്കം എത്തി പരിശോധന നടത്തിയിട്ടും കാട്ടാനെ കണ്ടെത്തിയില്ലെങ്കിൽ മാത്രമാണ്, വീണ്ടും ജനവാസമെങ്കിൽ ഇറങ്ങുമെങ്കിൽ മാത്രമാണ് ആനയെ മയക്കുകൊടുക്കുക എന്നൊരു തീരുമാനത്തിലേക്കാണ് വനവകുപ്പ് എത്തിയിട്ടുള്ളത്. അതിന്റെ ഭാഗമായി കൂടിയാണ് വലിയ വ്യാപകമായ പരിശോധന നടക്കുന്നത്. എന്തായാലും നാളെ ഈ പരിശോധന വ്യാപകമാക്കാനാണ് വനവകുപ്പിന്റെ തീരുമാനം. അരുണ്യ. ശരി, വ്യക്തമാണ്. വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് ആഷിഖ് റഹ്മാനാണ്.